എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മളിവിടെ വന്നിരിക്കുന്നത് മാൾട്ടയിലുള്ള ഒരു ചൈനീസ് ഗാർഡനിലാണ്. ഗാർഡന്റെ ഐ തിങ്ക് ഇതൊരു സെന്റർ പോർഷൻ ആണ്. ഒരു കോൺ സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ ബാക്കിൽ കാണാം കുറച്ച് ചൈനീസ് ആർക്കിടെക്ചർ പോലെയുള്ള ബിൽഡിങ്സ് ആണ് ഇവിടെ ഫുള്ളും ഉള്ളത്. അതേപോലെ തന്നെ ചൈനീസ് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ വോൾസിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ പോണ്ടിന് വേറൊരു സ്പെഷ്യാലിറ്റി ഞങ്ങൾ കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് ബാക്കിൽ കാണാം, എൻ്റെ സ്ക്രീനിൽ കാണാൻ പറ്റും. കണ്ടോ ആ റോക്കിൻ്റെ അവിടെ കുറച്ച് സാധനങ്ങളുണ്ടോ? യെസ്, ആമ. ഞാനിവിടെ വന്നിട്ടൊരു പേരിട്ടു ഈ കുളത്തിന്, ആമക്കുളം. അത് പറയാനുള്ള കാര്യം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ അവിടെ നിന്ന് കണ്ട വാട്ടർഫോൾസിലേക്കായി ഇപ്പോൾ പോകുന്നത്. കുഞ്ഞൊരു വാട്ടർഫോൾസ് ആണ്, ആർട്ടിഫിഷ്യലി ചെയ്തിട്ടുള്ള കുഞ്ഞൊരു വാട്ടർഫോൾസ്. ആ തീമിന് വേണ്ടിയിട്ട് നമുക്ക് നടന്നു പോകാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇതേപോലെ പാറ, ഇതും കൊള്ളാം, ഈസ കാണാൻ ഈസ. ഈ പാറയുടെ പക്കത്തിൽ വേണം നമ്മൾ നടന്നു പോകാൻ. ഇതാണ് സംഭവം, ചെറിയൊരു സെറ്റപ്പ്. വേറൊരു പോർഷനാണ് ഇതിൻ്റെ. ഇത് കണ്ടോ, ഇതേപോലെ 1-2 ബിൽഡിങ്സ് ഇവിടെ ഉണ്ട്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്താണ് സംഭവം, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അങ്ങനെ നമുക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. നമുക്കിന്ന് ഓഫുള്ളപ്പോൾ നമ്മൾ ജസ്റ്റ് വന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ഉള്ളത് കണ്ടോ, ഇതേപോലത്തെ കുറച്ച് ഒരു സ്പെഷ്യലായിട്ടുള്ള കുറച്ച് സംഭവം അതെല്ലാ സ്ഥലത്തും ഉണ്ട്. ഈ സ്റ്റോൺ പ്രത്യേക സ്റ്റോൺ, ഒരു ഷേപ്പ് കണ്ടാൽ മനസ്സിലാവും. ഇതെല്ലായിടത്തും ഉണ്ട്. ഇതിന് ഇവരുടെ വല്ല കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഒന്നും അറിയില്ല. പക്ഷെ ഇവിടെയുള്ള സ്റ്റോണുകൾ ഫുള്ള് അപ്പോൾ എല്ലാ ഏരിയാസിലും മിക്ക ഏരിയാസിലും ഇതേപോലത്തെ സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണാവാം. ആ ഒരു ചിലപ്പോൾ ചൈനയിലൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ. പിന്നെ ഈ മരങ്ങളും നമ്മൾ പറഞ്ഞ പോലെ ഇത്തിരി പ്രത്യേകതയുള്ള മരങ്ങൾ. എനിക്ക് തോന്നുന്നത് ഇവരുമായിട്ട് ബന്ധപ്പെട്ട മരങ്ങൾ തന്നെയെന്നാണ് തോന്നുന്നത്. കാരണം വേറെ സ്ഥലങ്ങളിലൊന്നും ഇങ്ങനത്തെ മരങ്ങൾ കണ്ടിട്ടില്ല.
അതുണ്ട്. ഈ മരം യൂഷ്വലി നമ്മള് പുറത്തേക്ക് പോകുമ്പോ കാണാറുണ്ട്. ഇതുണ്ട്, ഈ മരം കാണാറുണ്ട്. പക്ഷെ അല്ലാതെയുള്ള കുറച്ച് മരങ്ങളുണ്ട്. അതൊക്കെ വ്യത്യാസമുള്ളതാന്ന് തോന്നുന്നു. മാൾട്ടയിൽ പല സ്ഥലത്തും കാണാത്ത കുറച്ച് മരങ്ങളുണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള. ഈ ഒരു ചെടിയൊന്നും നമ്മൾ പുറത്തൊന്നും പോയാൽ കാണാൻ പറ്റില്ല. ഈ ഒരു സംഭവം ഒന്നും കണ്ടിട്ടില്ല. ഇവിടെയാണ് നമ്മളിപ്പത് ആദ്യമായിട്ട് കാണുന്നത്. അപ്പം നമ്മളിവിടെ ചുമ്മാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത്ര വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയൊരു ചൈനീസ് കൾച്ചർ പോലെയുള്ള ഒരു സെറ്റപ്പ്. കാര്യം ഇവിടെ നമ്മൾ മലയാളികളെ പോലെ തന്നെ ചൈനക്കാരും ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ ചൈനീസ് ഉണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു കൾച്ചർ, അവരുടെ ആ ഒരു നേച്ചർ ഫീലിംഗ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം ആയിരിക്കും മേ ബി. പക്ഷെ ഇത് നമ്മൾ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ കാണിക്കാൻ നേരത്ത് കാണിച്ചേക്കണ പോലത്തെ ഒരു സെറ്റപ്പ് അല്ല ഇവിടെ. ഫോട്ടോഷോപ്പ് ആയിരിക്കാൻ വേണ്ടി. കാര്യം കാണുമ്പോൾ നമ്മള് ഫോണിലും സെർച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു സെറ്റപ്പ്, ഭയങ്കര കുറേ ഉണ്ട് എന്നുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. വ്യൂസും ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും. പക്ഷെ ഇവിടെ വരുമ്പോൾ ഒരു കുഞ്ഞു സെറ്റപ്പ് അത്രേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 ഏരിയാസ് മാത്രമേ ഉള്ളൂ. അതും മാക്സിമം ഒരു 1 hour ഇല്ല, 1 hour മാക്സിമം നമുക്ക് ചുറ്റി കാണാൻ പറ്റിയൊരു സെറ്റപ്പേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വലിയ സെറ്റപ്പ് ഇല്ല. നമ്മൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വന്നപ്പോൾ ഭയങ്കര ഒരു സംഭവം ഉണ്ടെന്ന് വിചാരിച്ച് വന്നപ്പോൾ അത്ര ഇല്ലാത്തൊരു ഫീലിംഗ്. നമ്മൾ ചിലപ്പോൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് വന്നോണ്ടായിരിക്കാം മേ ബി അത്രയും ഇല്ലാത്തത്. ജസ്റ്റ് ഒന്ന് വന്ന് റിലാക്സ് ചെയ്ത് ഇതേപോലത്തെ ഒരു കൂൾ ഏരിയ ആണ്. അതായത് നമുക്കൊരു പീസ്ഫുൾ ഏരിയ ആണ്. അപ്പൊ നമുക്ക് വെറുതെ വന്നിരിക്കാം. ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഒരാൾ വർക്ക് ചെയ്യുന്ന വഴികളൊക്കെ ഭയങ്കര നമ്മൾ മണിച്ചിത്രത്താഴുള്ള വീട്ടിലെ വഴികളൊക്കെ ഇല്ല അതേപോലത്തെ ടൈപ്പ് ഇങ്ങനത്തെ പാത്താണ്ട റെഡിയാക്കി വെക്കണതൊക്കെ ഫുള്ളും കണ്ടോ. അങ്ങനെ കുറച്ച് വഴികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ബാക്കിൽ കാണാവോ ഒരു സാധനം? ഇതിവിടെ ഇങ്ങനത്തെ ഒരു 3-4 ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. എന്തോ സൗണ്ട് വരുന്ന ഇൻസ്ട്രുമെന്റ്, എന്ത് സംഭവം ലൈക്കാണ്, ഇൻസ്ട്രുമെന്റ് ലൈക്കാണ്. ഇവിടെ ഒരാൾ പ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. കണ്ടോ, കേൾക്കാവോ? അപ്പൊ ഇങ്ങനത്തെ ഒരു 3-4 ഇവിടെ ഉണ്ട്. നമുക്ക് ഓരോന്നും പോയിട്ട് എന്ത് സൗണ്ടാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഇവിടുന്ന് പോവാണ്. ഒരു ജസ്റ്റ് ഒരു ഡേ ഔട്ട് അത്രേ ഉള്ളൂ. പറയാൻ പറ്റില്ല. ഒരു ജസ്റ്റ് ഒരു 3 to 4 hours അത്ര നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അത്രയും സ്പെൻഡ് ചെയ്യാനുള്ളൂ നമുക്കിവിടെ. ജസ്റ്റ് കുറച്ച് കറങ്ങി കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നൊക്കെ പ്ലേ ചെയ്ത് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസ്. അത് തന്നെ ജസ്റ്റ് ഒരു ഓഫ് ഡേ ഫൺ അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ചെറുതായിട്ട് വെയിൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.